ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് അതായിരുന്നു. അതിൽ രണ്ട് ചാർജസ് ഉള്ള ഒരു സിസ്റ്റം ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഈ രണ്ട് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കിയത്. ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്ന് ചാർജസ് ഉള്ള ഒരു സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. So, we'll consider a system of three charges. Consider a system of three charges. Q1, Q2 and say Q3. Now we want to find out the electric field intensity at a point P. Okay? So, namukariya Q1 produces an electric field intensity at P. Q2 produces an electric field at P. Similarly, Q3 produces an electric field at P. Then what is the net electric field intensity at P? അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ Q1 കൊണ്ടുള്ള ഒരു ഫീൽഡ് ഉണ്ടാവും Pയിൽ, Q2 കാരണമുള്ള ഒരു ഫീൽഡ് Pയിൽ ഉണ്ടാവും, അതുപോലെ തന്നെ Q3 കാരണമുള്ള ഒരു ഫീൽഡ് പോയിന്റ് Pയിൽ ഉണ്ടാവും. അപ്പോൾ Pയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫീൽഡ് ഇന്റൻസിറ്റി എന്തായിരിക്കും, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുക. അതായത് വിൽ ഫൈൻഡ് ഔട്ട് ദ ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് P ഡ്യൂ ടു Q1, then find the field intensity at P due to Q2, then find the field intensity at P due to Q3, then find the vector sum. So let R1P be the distance between Q1 and the point P. നമുക്ക് electric field intensity കാണാൻ we need the distance also. So Q1 ഉം point P യും തമ്മിലുള്ള distance R1P ആണെന്ന് വിചാരിക്കാം. Similarly, let R2P be the distance between point P and charge Q2. Also, let R3P be the distance between point P and charge Q3. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓരോ ചാർജ് കൊണ്ടുള്ള ഫീൽഡ് ഇന്റൻസിറ്റി വിൽ കൺസിഡർ. സോ P എന്നുള്ള പോയിന്റിൽ Q1 എന്ന ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫീൽഡ് ഇന്റൻസിറ്റി ലെറ്റ് ഇറ്റ് ബി E1P denotes electric field intensity at P due to Q1. ഇനി E1 മാത്രം ഡിനോട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് E1 മാത്രം ഉപയോഗിച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇനി വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് ഇന്റൻസിറ്റി? ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് P ഡ്യൂ ടു Q1. എങ്ങനെയാണ് നമ്മളൊരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക? അതിനെന്താ ചെയ്യാം? P എന്നുള്ള പോയിന്റിൽ assume that there is a positive test charge. So Pയിൽ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ due to the presence of Q1, how does it move? That denotes the direction of electric field intensity at P due to Q1. There we don't have to consider the presence or absence of other charges in the system. അപ്പോൾ Q1 കൊണ്ടുള്ള ഫീൽഡ് ഇന്റൻസിറ്റി കാണുമ്പോൾ നമ്മൾ Q2, Q3 ഇങ്ങനെയുള്ള ചാർജസ് ഒന്നും അവിടെ ഉള്ളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ P എന്നുള്ള പോയിന്റിൽ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ Q1ന്റെ പ്രസൻസ് കൊണ്ട് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? നമുക്കറിയാം Q1 പോസിറ്റീവ് ചാർജ് ആണ്, Pയിൽ നമ്മൾ വെക്കുന്ന ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് ആണ്, സോ നാച്ചുറലി ഇറ്റ് റിപ്പൽസ്. സോ ദ ചാർജ് മൂവ്സ് അലോങ് ദിസ് ഡയറക്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് P ഡ്യൂ ടു Q1. Let it be E1. Now, similarly, you want to find out the field intensity at Q2. Q2 എന്നുള്ള ചാർജ് കൊണ്ട് P എന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കാം? Again, suppose there is a positive charge at P. Due to the presence of Q2, how does that charge move? Again, Q2 is a positive charge. The positive charge placed at P will be repelled by this positive charge. So naturally, the charge at P moves away from Q2.
That is the direction of E2. Okay. ഇപ്പോൾ നമുക്ക് രണ്ട് ചാർജസ് കൊണ്ടുള്ള ഫീൽഡ് ഇൻഡിവിജ്വൽ ഫീൽഡ്സ് ആണ് കിട്ടിയത്. E1 along this direction, that is field HP due to Q1. പിന്നെ ചെയ്തത് E2 along this direction, that is field HP due to Q2. ഇനി മൂന്നാമതൊരു ഫീൽഡും കൂടെ പോയിന്റ് പിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. That is due to the charge Q3. Q3 is another charge in the system. This charge also produces its own electric field HP. So now we want to find out electric field intensity HP due to Q3. Then Q3 positive charge ആണ്. P യിൽ നമ്മൾ വെക്കുന്ന പോസിറ്റീവ് ചാർജ് ആണ് ടെസ്റ്റ് ചാർജ്. അപ്പോൾ ഈ Q3 യുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് P യിൽ വെച്ച പോസിറ്റീവ് ചാർജ് എങ്ങനെ മൂവ് ചെയ്യും? Again it repels. So this is the direction of E4. So these are the three fields acting at P. So മൂന്ന് ഫീൽഡുകളാണ് P എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്നത്. E1 due to charge Q1, E2 due to charge Q2, and E3 due to charge Q3. So what is the net electric field intensity at P? Let E denotes, vector E denotes the net field intensity at P. What is that? Net field intensity is given by the vector sum of field E1, E2 and E3. So മൂന്ന് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി വെക്റ്റർ സം ഓഫ് E1, E2 and E3. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ പോയിന്റ് P is the vector sum of electric field intensities at that point due to individual charges. ഇനി ഈ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് യു ക്യാൻ ജനറലൈസ് ദ സിറ്റുവേഷൻ ടു എ സിസ്റ്റം ഓഫ് n ചാർജസ്. ഇപ്പൊ മൂന്നിന് പകരം 4 ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നെറ്റ് ഫീൽഡ് ഇന്റൻസിറ്റി E is given by E1 plus E2 plus E3 plus E4. Then if you have n charges, the electric field intensity at a point is given by vector E equal to vector E1 plus vector E2 plus etc. plus vector En. This gives you the net electric field intensity at P due to a system of n charges. അപ്പോൾ ഇതാണ് superposition principle. That is, electric field intensity at any point due to a system of charges is given by the vector sum of field intensities due to individual charges. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് എങ്ങനെയാണ് ഇപ്പോൾ E1, E2, E3 ന്യൂമറിക്കൽ പ്രോബ്ലത്തിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ വെക്റ്റർ സം കണ്ടുപിടിക്കുക? അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വെക്റ്റർ സം കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം യു ഹാവ് ടു അപ്ലൈ ദ പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ, അല്ലെങ്കിൽ ചില കേസിൽ നമുക്ക് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ, ഇതിൽ ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ് നെറ്റ് ഫീൽഡ് കണ്ടുപിടിക്കാൻ നോക്കാം. For that, I am going to redraw this part of the diagram, that is E1, E2, E3. ഈ മൂന്ന് വെക്ടേഴ്സ് മാത്രം ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. വെക്ടർ E1, then vector E2, vector E2 and vector E3. ഈ മൂന്ന് വെക്ടേഴ്സ് E1, this is E2 and this is E3. ഇതേ പേരിൽ തന്നെ വെച്ചാലും മതി. ഞാനിപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഈ മൂന്ന് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതിന് എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ റിസൾട്ടന്റ് കാണാം. അതിനുശേഷം അതിന്റെ കൂടെ മൂന്നാമത്തും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ E1, E2, E3 ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം കൺസിഡർ ചെയ്യാം. ആദ്യം സപ്പോസ് യു ആർ കൺസിഡറിങ് E2 and E3. E2
E3 കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഇവിടെ രണ്ട് വെക്ടേഴ്സ് ആണ്. യു ക്യാൻ അപ്ലൈ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. സോ ഇത് രണ്ടും ഉൾപ്പെടുന്ന രീതിയിൽ യു ക്യാൻ കംപ്ലീറ്റ് എ പാരലോഗ്രാം, then draw the line. Okay, so this gives you the resultant of E2 and E3. E2, E3 ഈ രണ്ട് വെക്ടേഴ്സ് ഉപയോഗിച്ച് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ റിസൾട്ടന്റ് അതാണ് ഇവിടെ വെച്ചത്. Let it be E2, 3. It is the resultant of E2 and E3. അപ്പോൾ ഈ diagonal that gives you the resultant of E2 and E3. അപ്പോൾ നമുക്ക് vector E can be written as vector E1 plus vector E2. E1 plus E2 plus E3 ആയിരുന്നു. അതിൽ E2, E3 ആഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് വെക്ടർ E2, 3. ഇനി എന്ത് ചെയ്യണം? വെക്ടർ E1 plus വെക്ടർ E2, 3 കണ്ടുപിടിക്കണം. അതിന് again you can use the same law, parallelogram law of vector addition, where you have E1 and E2, 3. ഈ രണ്ട് സൈഡ്സ് പാരലോഗ്രത്തിന്റെ സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് you can complete the parallelogram. Parallelogram complete ചെയ്യാം, then draw the diagram. This is vector. അപ്പോൾ E1 അതുപോലെ E2, 3 ഈ രണ്ട് വെക്ടേഴ്സ് പാരലോഗ്രത്തിന്റെ സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് പാരലോഗ്രം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഡയഗണൽ ആണ് ഇത്. ഈ വെക്ടർ E. This is vector E. This is vector. അപ്പോൾ this gives you the resultant of all the three vectors E1, E2 and E3. Now like this you can find out the vector sum of any number of vectors. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാം? The net electric field intensity at a point due to a system of charges. ഇനി ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലയ്ക്ക് എഴുതുകയാണെങ്കിൽ നമ്മളിപ്പോൾ എഴുതി വെക്ടർ E ഈക്വൽ ടു വെക്ടർ E1 പ്ലസ് വെക്ടർ E2 പ്ലസ് വെക്ടർ E3. ഇതിൽ what is വെക്ടർ E1? അതിന്റെ ഫോർമുല നമുക്കറിയാം. ഫിഗർ ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. E1, E2 ഈ രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് ആദ്യം കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് E2, 3. E2, 3 എന്നുള്ള വെക്ടറിന്റെയും E2, E3യുടെ റിസൾട്ടന്റ് ആണ് E2, 3. then E1ന്റേതും E2, 3യുടെയും റിസൾട്ടന്റ് ആണ് വെക്ടർ E. ഓക്കെ, ഇനി അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ we have vector E1 equal to 1 by 4 pi epsilon 0 Q1 by R1t square R1t cap. Okay, ഈക്കുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 by 4 pi epsilon 0 Q by R square. E1 എന്നുള്ളത് Q1 കാരനുള്ള ഫീൽഡ്. അപ്പോൾ Q1 by corresponding distance R1t എന്നാണ് ഡിസ്റ്റൻസിനെ കൊടുത്തത്. So Q1 by R1t square. Along which direction? Along R1t cap. Similarly, vector E2 equal to 1 by 4 pi epsilon 0 Q2 by R2t square R2t cap. That is the field intensity HP due to charge Q2. Similarly, vector E3 equal to 1 by 4 pi epsilon 0 Q3 by R3t square R3t cap. Okay, അപ്പോൾ മാഗ്നിറ്റ്യൂഡ്സും ഡയറക്ഷനും ഉൾപ്പെടെ നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് എഴുതിയത്. E1 1 by 4 pi epsilon 0 Q1 by R1t square R1t cap. E2 1 by 4 pi epsilon 0 Q2 by R2t square R2t cap. And E3 1 by 4 pi epsilon 0 Q3 by R3t square R3t cap. So vector E equal to ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ vector E equal to 1 by 4 pi epsilon 0 Q1 by R1t square R1t cap. Okay, plus 1 by 4 pi epsilon 0 Q2 by R2t square
R2P cap plus 1 by 4 pi epsilon 0 Q3 by R3P square R3P. ഇതാണ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഫാക്ടർ പുറത്തേക്ക്. സോ വെക്ടർ E ഈക്വൽസ്, ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. E1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, E2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, E3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വെക്ടർ E ഈക്വൽ ടു, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 by 4 pi epsilon 0 into Q1 by R1P square R1P cap plus Q2 by R2P square R2P cap plus Q3 by R3P square R3P. This is the equation of the net electric field intensity at P due to the charges Q1, Q2 and Q3. So it's a field intensity due to a system of 3 charges. Now if you have more than 3 charges, say n charges, this equation continues like this. 1 by 4 pi epsilon 0 Q1 by R1P square R1P cap plus 1 by 4 pi epsilon 0 Q2 by R2P square R2P cap plus etc. plus 1 by 4 pi epsilon 0 Qn by Rn square Rnp cap. So here using superposition principle, you can find out the electric field intensity at a point due to any number of charges. The magnitude കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. So the superposition principle brief ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. വെക്ടർ E ഈക്വൽ ടു വെക്ടർ E1 പ്ലസ് വെക്ടർ E2 പ്ലസ് etc. plus vector En. This gives you the net electric field intensity at a point due to n number of charges, both magnitude and direction. Slide down. Thank you.